2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായ തിരിച്ചടിയാണ് കിട്ടിയത്. അധികാരത്തിൽ വരാൻ പറ്റുമെന്നവർ കരുതിയിരുന്നെങ്കിലും കുറച്ച് സീറ്റുകൾ കൂടി എന്നല്ലാതെ ഇന്ത്യ മുന്നണി നാമാവശേഷമാവുമെന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്പമെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അമ്പയെ പരാജയപ്പെടുന്നതാണ് കണ്ടത്. അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഇന്ത്യ മുന്നണി തോറ്റു. അവിടെ BJP ആണ് ജയിച്ചത്. ഡൽഹിയിലും ആം ആദ്മി പാർട്ടി, ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ ആം ആദ്മി പാർട്ടി 10 വർഷത്തിലധികമായി ഭരിക്കുന്ന ഡൽഹിയിലും BJP ജയിച്ചു. ഇപ്പം മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രമുഖ ഘടകകക്ഷിയായ ഉദ്ധവ് ശിവസേന, ആ ഉദ്ധവ് ശിവസേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രഹസ്യമായി കണ്ട് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ കൂടെ മുന്നണിയിൽ ചേരാൻ വരുന്നു എന്ന് പറഞ്ഞതായി വാർത്തകൾ പുറത്തു വരുന്നു. ഇത് പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയും ഉദ്ധവ് ശിവസേനയെ എതിർക്കുന്ന ഔദ്യോഗിക ശിവസേനയുടെ നേതാവുമായ ഏകനാഥ് ഷിൻഡെയാണ് നിയമസഭയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ബി ജെ പി സഖ്യത്തിൽ ചേരാൻ തയ്യാറാണ്, മഹായുതി സർക്കാരിൽ തയ്യാറാണ്, ഞങ്ങൾക്കെതിരെയുള്ള കേസുകളൊക്കെ പിൻവലിക്കണം എന്നവർ ആവശ്യപ്പെട്ടതായിട്ടാണ്, പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായിട്ടാണ് ഏകനാഥ് ഷിൻഡെ പറയുന്നത്. പക്ഷെ ഷിൻഡെ പറയുന്നു ആ നീക്കം ഞങ്ങൾ പൊളിച്ചു എന്നും ഷിൻഡെ പറയുന്നു. ഇപ്പൊ ഷിൻഡെ പറയുന്നത് 2022 ഞങ്ങൾ ഈ മുന്നണിയിൽ നിന്ന് വിട്ടുവന്നു. അതായത് ഏത് കോൺഗ്രസിനെയാണോ ബാലാസാഹിബ് താക്കറെ എതിർത്തിരുന്നത്, ശിവസേന നേതാവ് എതിർത്തിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഹിന്ദുത്വയുടെ വലിയൊരു പ്രചാരകനായിരുന്നു, അങ്ങനെ ശിവസേനയുടെ എല്ലാവിധ ആശയങ്ങളിലും വെള്ളം ചേർത്തുകൊണ്ട് ശിവസേന കോൺഗ്രസിന്റെ കൂടെ ചേർന്നു. ആ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന മുന്നണി വികാസ് അഗാദിയിൽ നിന്ന് വിട്ടുപോന്ന 60 MLA-മാരുമായിട്ടാണ് ഏകനാഥ് ഷിൻഡെ ശിവസേന നിന്ന് പുറത്തു വന്ന് തൻ്റെതാണ് ഔദ്യോഗിക ശിവസേന അദ്ദേഹം പറയുന്നു. തൻ്റെതായ ശിവസേന രൂപീകരിച്ചു. അതിന് ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം കിട്ടി. 80 MLA-മാരിൽ 60 പേരും ഇദ്ദേഹത്തിന് കൂടിയായിരുന്നു. 20 പേരെ മാത്രമേ സംഘടിപ്പിക്കാൻ താക്കറയുടെ മകൻ ഉദ്ധവ് താക്കറേക്ക് കഴിഞ്ഞുള്ളൂ. തന്റെ നിലപാടുകൾ ശരിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ സമയത്ത് നേരത്തെ തന്നെ ഉദ്ധവ് ശിവസേന ചെയ്ത തെറ്റായ കാര്യങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കണം. അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയും BJP നേതാവ് ഗിരീഷ് മഹാജനെയും കള്ളക്കേസിൽ കൊടുക്കാൻ അന്ന് ശ്രമിച്ചിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ഈ ഭരണം പൊളിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. ആ ഭരണം ശിവസേനയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായിട്ടാണ് അവരന്ന് കോൺഗ്രസുമായി കൂട്ടുകൂടിയത് എന്നാണ് ഏകനാഥ് ഷിൻഡെ പറയുന്നത്. ഇപ്പൊ ഏകനാഥ് ഷിൻഡെ പ്രകോപിപ്പിച്ച മറ്റൊരു കാര്യം ഔറംഗസേബ് വിഷയമാണ്. ഔറംഗസേബ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഛത്രപതി ശിവാജിക്കെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ സംഭാജിക്കെതിരായിട്ട് പോരാടിയ ആളാണ്. അദ്ദേഹം ഒരു വിദേശ അക്രമിയായിട്ടാണ് മഹാരാഷ്ട്രക്കാരെ കാണുന്നത്. മറാഠ ഒരു ദേശീയ വികാരത്തിനെതിരായിട്ട് നിന്ന ഒരാളാണ് ഔറംഗസേബ്. പക്ഷേ ഈ ഔറംഗസേബിന് വേണ്ടിയിട്ടാണ് പലരും നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ഒസാമ ബിൻ ലാഡനെ അമേരിക്ക ഇല്ലാതാക്കി. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവായിരുന്നു ഒസാമ ബിൻ ലാഡൻ. ആ ലാഡനെ ഇല്ലാതാക്കി ലാഡന്റെ ശരീരം അമേരിക്ക കടലിൽ ഒഴുക്കുക ചെയ്തത്. കാരണം ഇനിയൊരു സ്മാരകം അവിടെ ഉയർന്നു വരാൻ പാടില്ല എന്നായിരുന്നു അമേരിക്കയുടെ നിലപാട്. പക്ഷെ ഇവിടെ ഔറംഗസേബിന്റെ സ്മാരകത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ഔറംഗസേബുമായിട്ട് ഇത്ര സ്നേഹത്തിന്റെ കാര്യം എന്താണ് എന്നാണ് ഏകനാഥ് ഷിൻഡെ ചോദിക്കുന്നത്. അപ്പൊ ഏകനാഥ് ഷിൻഡെയുടെ ഒരു പ്രശ്നം, ഏകനാഥ് ഷിൻഡെ അല്പമൊക്കെ BJP ആയിട്ട് ഇടഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും BJP ഔദ്യോഗികമായി ഉദ്ധവ് ശിവസേനയായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ പാടില്ല, അല്ലെങ്കിൽ ഉദ്ധവ് ശിവസേന BJP-യിലേക്ക് വരാൻ പാടില്ല എന്ന നിലപാടാണ് ഏകനാഥ് ഷിൻഡെക്കുള്ളത്. പക്ഷെ ഉദ്ധവ് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസ് മുന്നണി വിട്ടിട്ടാണെങ്കിൽ പോലും അവർ BJP-യോട് അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഏകനാഥ് ഷിൻഡെയുടെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്.